തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, ദൈവം എപ്പോഴാണ് എന്നെ തിരഞ്ഞെടുക്കുക? ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ കർത്താവ് തിരഞ്ഞെടുക്കാൻ, സ്പെഷ്യലായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു സ്പെഷ്യൽ കോളിന് വേണ്ടി ചില ജീവിതങ്ങൾ ആഗ്രഹിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ നാള് അല്ലെങ്കിൽ ഈ കാലഘട്ടം ഓരോ ക്രിസ്ത്യാനിയും ഒരു വലിയ തിരഞ്ഞെടുപ്പിന് വേണ്ടി, തൻ്റെ ജീവിതം വലിയ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്ന പേരിലല്ല, അതിനപ്പുറത്തേക്ക് നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുന്നൊരവസ്ഥ. നമുക്കറിയാം, പ്രവാചകന്മാരുടെ ജീവിതമൊക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ആധികാരികതയുണ്ട്. ജനം നോക്കി നിൽക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് അവർ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിയ ഒരുപാട് ജീവിതങ്ങളെ നമ്മൾ കാണും. അതിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു ചരിത്രം തന്നെ നാം ചിന്തിക്കുമ്പോൾ BC 12-ാം നൂറ്റാണ്ട് മുതൽ 11-ാം അവസാനം വരെയാണ് ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടമുള്ളത്. ഇവിടെ രാജാക്കന്മാരൊന്നും ഉണ്ടായിട്ടില്ല. ജനം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജാക്കന്മാരില്ലാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ന്യായാധിപന്മാരാണ്. ദൈവം കാലാകാലങ്ങളിൽ ന്യായാധിപന്മാരെ നിയോഗിച്ചു കൊടുക്കും. അതിൽ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച, ദൈവത്താൽ മാത്രം നിയോഗിക്കപ്പെട്ട, ഒരു മധ്യവർത്തിയുമില്ലാതെ ദൈവം നേരിട്ട് വന്ന് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഗിദെയോൻ. ഈ ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് 4 പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ഗിദെയോൻ്റെ ഈ കാലഘട്ടത്തിൽ ജനം മുഴുവൻ പാപത്തിൽ മുഴുകിയിരിക്കുന്നൊരവസ്ഥയാണ്. ഇസ്രായേൽ മക്കളെ, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടും ദൈവത്തെ മറുതലിച്ച് അക്ഷേര പ്രതിഷ്ഠകളും ബാൽദേവന്മാരെയും ആരാധിച്ച് ജനം കർത്താവിൻ്റെ കൺമുമ്പിൽ നിന്ന് പാപം കൊണ്ട് തങ്ങളെ തന്നെ മറച്ചിരിക്കുന്ന, പാപത്താൽ മൂടപ്പെട്ട ഒരു ദൈവജനത്തെയാണ് നമ്മളിവിടെ കാണുക. അതാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ സാഹചര്യം. അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ കൺട്രോൾ അവരുടെ ജീവിതത്തിലില്ല. മറിച്ച് ജനം മറ്റൊരു ജനതയുടെ ആധിപത്യത്തിലാണ്, ശത്രുക്കളുടെ ആധിപത്യം. മൂന്നാമത്തെ കാര്യം, ഈ ശത്രു ജനത ഈ ജനത്തെ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുമ്പോൾ, പണ്ടവർ ഫറവോയുടെ അടിമത്തത്തിൽ എങ്ങനെയായിരുന്നോ അതിലും ദുരിതത്തിലേക്ക് ഈ ജനം വീണ്ടും കടന്നുപോയി. പാപം ചെയ്ത് ദൈവികമായ ആ നേതൃത്വവും കൺട്രോളും ഒക്കെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മേൽ മറ്റൊരു ജനത ആധിപത്യം നേടിയിരിക്കുക. അങ്ങനെ നേടിയിരിക്കുന്ന സമയത്ത് ഉള്ളുനൊന്ത് കരയുന്ന ഒരു ജനത്തെ നമ്മൾ കാണും. കുറേ ജീവിതങ്ങൾ കരയുകയാണ്, കർത്താവേ എന്തേ ഇത്. അവരുടെ മനസ്സ് ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങി. പാപം ഈ ജനത്തെ അടിച്ചമർത്തിയപ്പോൾ മറ്റൊരു ജനത വന്ന് ഇവരുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഈ ജനം കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതും ദൈവം ന്യായാധിപന്മാരെ അയച്ചു കൊടുക്കുന്നതുമായ വചനഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ആ 6-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ 3 ഘടകങ്ങൾ നമ്മൾ കാണും. അതിൽ 1 തൊട്ട് 6 വരെയുള്ള വചനങ്ങളിൽ അസഹിഷ്ണുവായൊരു ശത്രുവിനെ നമ്മൾ കാണും. അത് മറ്റാരുമല്ല, മിദിയാൻകാരുടെ ഒരു സഹിഷ്ണുതയില്ലാത്ത ക്രൂരപരമായ പെരുമാറ്റമാണ് 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുക. 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ ദൈവം പേരില്ലാത്ത ഒരു പ്രവാചകനെ അയക്കുന്നതായി ഒരു സ്വരം മാത്രം നമ്മൾ കേൾക്കുകയാണ്. 11 തൊട്ട് 18 വരെയുള്ള വചനങ്ങളിൽ ദൈവം
ഗിദയോനെ നേരിട്ട് നിയോഗിക്കുന്നതുമാണ് വചനഭാഗത്തിൽ നമ്മൾ കാണുക. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ജനത രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. 1-ാമത്തെ വചനം ഇപ്രകാരം വായിക്കും: ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. സ്വന്തം ദേശത്തോ വീട്ടിലോ താമസിക്കാൻ പറ്റില്ല. സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്യരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിക്കും. മിദ്യാൻകാരും മാത്രമല്ല, ഒപ്പം അമലേക്യരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിക്കും. അവർ ഇസ്രായേലിനെതിരായ താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശങ്ങൾ വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഒരു വിത്ത് വിതച്ചു, അത് പയ്യെ അങ്ങ് പൊങ്ങി വളരാൻ തുടങ്ങുമ്പോഴേ ഈ കൊച്ചു പിള്ളേർ വന്ന് അസ്വസ്ഥപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ ശത്രു സൈന്യം വന്ന് മുഴുവനായി തകർക്കുകയാണ്. മൊത്തം തകർത്ത് നശിപ്പിച്ച് കളയുകയാണ്. വിളവെല്ലാം നശിപ്പിക്കും. അടുത്ത വചനമാണ് അവരുടെ ജീവിതത്തിൽ ദുരിതം എഴുതി വച്ചിരിക്കുക: ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. ഒന്നുമില്ല അവർക്ക്. ഭക്ഷണം കഴിക്കാൻ ആടില്ല, മാടില്ല, ഒന്നുമില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ്. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയാണ്. മിദ്യാൻകാർ ഒരുപാട് പേരങ്ങ് വന്നു ചേർന്നു. അങ്ങനെ വരുന്നതോടുകൂടി ദേശം മൊത്തം ശൂന്യമായി. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെയേറെ ശോഷിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കണം. മറ്റൊരു ജനതയുടെ ആധിപത്യം മൂലം പാപം ചെയ്ത മക്കൾ ശോഷിച്ചു പോയി. ദൈവം അവരെ കൊണ്ടുപോയി കാനാൻ ദേശത്ത് വിട്ട് പുഷ്ടിയുള്ള തേനും പാലും ഒഴുകുന്ന രാജ്യത്ത് വിട്ട മക്കൾ ഇന്നിതാ പാപം ചെയ്ത് ശോഷിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഊരില്ല. കുടുംബത്തിൽ താമസിക്കാൻ പറ്റുന്നില്ല. വിളവ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഓടി മറഞ്ഞ് ഇരിക്കുന്നൊരു സമയമുണ്ട്. ഈ സമയത്താണ് 6-ാമത്തെ വചനം നമ്മൾ കാണുക: അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു എന്ന് വചനം എഴുതിയിരിക്കുക. 8 തൊട്ട് 10 വരെയുള്ള വചനങ്ങളിൽ പ്രവാചകനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഒരു സ്വരം കേൾക്കും. അതിൻ്റെ ദൈവശാസ്ത്ര വശങ്ങളോ വ്യാഖ്യാനങ്ങളോ കൂടുതലായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിൽ ചിന്തയിൽ വരുന്നൊരു കാര്യമുണ്ട്: സ്വരം മാത്രമുള്ളൊരു പ്രവാചകൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ആഴപ്പെട്ട് ചിന്തിക്കണം. എൻ്റെ വ്യക്തി ജീവിതം ഇന്ന് ശോഷിച്ച് നിൽക്കുകയാണോ? എൻ്റേതായ കുറവുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട്, ദൈവത്തെ മറന്നതുകൊണ്ട്, പാവം ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കുടുംബം ശോഷിച്ചു പോയിട്ടുണ്ടോ? എൻ്റെ തലമുറകൾ ശോഷിച്ചിട്ടുണ്ടോ? മുന്നോട്ട് പോകാൻ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടോ? ഇൻ്റർവ്യൂകൾ മാറി മാറി അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാത്ത അവസ്ഥയുണ്ടോ? ഒരു പരീക്ഷ കൊണ്ട് പാസ്സാകേണ്ട ഞാൻ 9 പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാത്ത അവസ്ഥയാണോ എനിക്ക്? അതോ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ ഉയർത്തപ്പെടേണ്ട, ഒരു കുഞ്ഞു സഹായം ചെയ്താൽ കിട്ടേണ്ട വലിയ അനുഗ്രഹങ്ങൾ ഞാൻ അതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും കിട്ടാത്ത മേഖലയിൽ അടഞ്ഞു പോയിട്ടുണ്ടോ? ദൈവം കൂടെയുണ്ടെങ്കിൽ തരിശു നിലത്ത് കൃഷി വിതച്ചാലും ഉണ്ടായി വരും. അതാണ് കർത്താവ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോൾ പ്രവാചകനെ അയച്ചെന്ന് പറയുകയാണ്. ആ പ്രവാചകൻ വന്നിട്ട് ഇങ്ങനെ, പ്രവാചകൻ്റെ വചനങ്ങൾ ഇങ്ങനെയാണ്: ഇസ്രായേലിലെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് ഞാൻ തന്നു. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമ്മോന്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാൽ, ഞാൻ സ്വയം ഇരുന്ന് പരിശോധിക്കുമ്പോൾ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നൊരു സ്വരമല്ലേ ശരിക്കും ഇത്? എവിടെയെങ്കിലും കുറവ് വരുമ്പോൾ ചില ജീവിതങ്ങളെങ്കിലും മനസ്സിൽ പറഞ്ഞു വയ്ക്കും, എനിക്ക് തെറ്റിയത് കൊണ്ടാണോ? എനിക്ക് തെറ്റിപ്പോയോ? എനിക്ക് വീഴ്ച വന്നോ? ഞാൻ ചെയ്തത് ശരിയായില്ല.
അതൊരു മനസ്സാക്ഷിയുടെ സ്വരമാണ്. പക്ഷെ പലപ്പോഴും ദൈവം മനസ്സാക്ഷിയിലൂടെ എന്നോടും നിങ്ങളോടും പേരില്ലാത്ത ഈ പ്രവാചകൻ പറയുന്നത് പോലെ സംസാരിക്കുന്നത് ഞാനും നിങ്ങളും കേൾക്കില്ല. ഞാനും നിങ്ങളും അതിനെ വകവയ്ക്കില്ല. അത് സാരമില്ല, അതിനെ വിട്ടുകളഞ്ഞ് മറുതലിച്ച് മറന്ന് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 11 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം ഒരുപാട് പാപത്തിലേക്കും തിന്മയിലേക്കും പോവുകയാണ്. ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. പല വിധത്തിൽ, ഒരു വിധത്തിലുള്ള പല ദൈവത്തെ മറന്നു ജീവിക്കുകയാണ്. എന്നാൽ ദൈവം ഒരുപാട് പ്രവാചകരെ എനിക്ക് തിരിച്ചറിവ് കിട്ടാൻ ദൈവം അയച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എന്നിട്ടും അതൊക്കെ ഞാൻ മറന്നിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ജീവിതങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പാപ സാഹചര്യങ്ങളിൽ ഞാൻ വീണ്ടു പോകാതെ പിടിച്ചു നിൽക്കുകയാണ്, നീ എന്നെ തിരഞ്ഞെടുക്കണേ. പ്രിയപ്പെട്ട മക്കളെ, സാഹചര്യങ്ങൾക്കിടയിൽ അവൻ്റെ മുമ്പിൽ നീ നിന്നു കൊടുത്താൽ ദൈവം നിന്നെ തിരഞ്ഞെടുക്കും. ഈ ഗിദെയോൻ്റെ കാര്യം അതാ പറയാം. ഗിദെയോൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ പാപങ്ങൾ മാത്രമേ ഉള്ളൂ, നന്മയൊന്നുമില്ല, ശോഷിച്ചിരിക്കുക. ഗിദെയോൻ്റെ കുടുംബം പറയുമ്പോൾ ഗിദെയോൻ്റെ സഹോദരങ്ങളെ എല്ലാം മിദ്യാൻകാർ കൊന്നുകളഞ്ഞു. ഗിദെയോനും ഗിദെയോൻ്റെ അപ്പനും മാത്രമേ ഉള്ളൂ. വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, 11-ാമത്തെ വചനം. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയാസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ്റെ കീഴിലിരുന്നു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, മുന്തിരിച്ചക്കിൽ മുന്തിരി പിഴേണ്ടിടത്ത് എന്തേ ഗിദെയോൻ ഗോതമ്പ് മെതിക്കുന്നു? കാരണം ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വിളവ് കാലമല്ല അത്. പക്ഷേ പുറത്തിറങ്ങി ഗോതമ്പ് പറിച്ചെടുത്ത് കൈകൊണ്ട് മെതിക്കാനായിട്ട് പറ്റില്ല, അതിനുള്ള സമയമില്ല. മിദ്യാൻകാരുടെ കണ്ണിൽപ്പെട്ടാൽ തൻ്റെ ജീവന് അപകടത്തിലാകും. പക്ഷെ തൻ്റെ അപ്പന് ഭക്ഷണം കൊടുക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഒളിച്ചു വന്ന് അവർ കാണാതെ പെട്ടെന്ന് ഗോതമ്പ് മേയിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മുന്തിരിച്ചക്ക് ഉപയോഗിക്കുകയാണ്. സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു അസാധാരണമായ കാര്യമാണ് ഗിദെയോൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിദെയോൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യമേ അവനോട് പറയും, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ തിരഞ്ഞെടുക്കണോ? നീ ജീവിക്കുന്ന ഈ കാലഘട്ടം അതിനുള്ളതാണ്. എന്നാൽ ഒറ്റ കാര്യമുണ്ട്, ഈ സാഹചര്യത്തിലും എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി പോയേക്കാം, മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ, അതല്ല. കർത്താവിന് വേണ്ടി അല്ലെ കുടുംബത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്കൊരു മനസ്സുണ്ടോ? ആ മനസ്സ് കർത്താവ് കാണും. ആ മനസ്സ്, എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ കർത്താവ്, ഈ മനസ്സ് കാണും. ഇവൻ കുടുംബത്തിന് വേണ്ടി മിദ്യാൻകാരെ പറയുന്ന അകത്തിരിക്കുമല്ല, ഇറങ്ങി വന്ന ആ പരിമിത സാഹചര്യത്തിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം അവനെ തേടി വരികയാണ്. ഞാനും നിങ്ങളും ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട്, കർത്താവേ, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഗേറ്റ് കിടന്ന് പോകാൻ എനിക്ക് പെർമിഷൻ ഇല്ല, ഇത്രയേ പറ്റുള്ളൂ, ഞാൻ ഇവിടെ ഇരിക്കുക, ഈ പരിമിത സാഹചര്യത്തിൽ ഞാൻ ചെയ്യുക, അങ്ങനെ പറയണം. അപ്പോൾ ഗിദെയോൻ ചോദ്യം ചോദിക്കും. ആ ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ കാര്യം. ഗിദെയോൻ ചോദിക്കും, പ്രഭോ, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? അങ്ങനെ ഉടനടി ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആ ഗിദെയോൻ്റെ ചിന്ത മുഴുവൻ കർത്താവിനെ കുറിച്ചായിരുന്നു. അവൻ പറഞ്ഞില്ലേ, മിദ്യാൻകാരെ കുറിച്ചൊന്നും. അവൻ്റെ ഒന്നാമത്തെ വചനം ഇതാണ്, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം സംഭവിക്കുന്നു? അവൻ്റെ ചിന്തയിൽ കർത്താവ് ഒന്നാം സ്ഥാനത്താണ്. അതുകൊണ്ട് അവൻ പറയും, ഈജിപ്തിൽ ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, പൂർവികന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിട്ടും എന്തേ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ? അപ്പോൾ അവൻ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്ന് ചോദിച്ച് അവൻ കർത്താവിനോട് സംസാരിക്കുകയാണ്. തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പങ്കുവെക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും തിരഞ്ഞെടുക്കപ്പെടണോ? ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോൾ വേണോ? ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണോ? ദൈവം തൊട്ട വ്യക്തികളാകണോ? രണ്ടാമത്തെ കാര്യം, കർത്താവിനെ കുറിച്ച് നീ ചിന്തിക്കണം.
ഒന്നാമത്തെ കാര്യം, നിൻ്റെ പരിമിത സാഹചര്യത്തിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായി പറ്റുന്നിടത്തോളം ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, അവൻ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. കർത്താവേ, നീ അവതരിക്കണേ, നീ ഇടപെടണേ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനോട് പറയും, കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയും, കർത്താവിൻ്റെ ദൂതനല്ല, കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയും, നിൻ്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കണോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വചനം പറഞ്ഞു വെച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം, പരിമിത സാഹചര്യം നിന്നുകൊണ്ട് കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്തു തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, ചിന്തയിൽ മുഴുവൻ കർത്താവ് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കും. കാരണം കർത്താവിന് മനസ്സിലായി, കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാനാണ് നിന്നെ അയക്കുന്നത്. അപ്പോൾ ഇനി നാലാമത്തെ സവിശേഷത ഇതാണ്. ഗിദെയോൻ്റെ അടുത്ത വചനങ്ങളാണ് ഗിദെയോനെ തിരഞ്ഞെടുക്കാനുള്ള മൂന്നാമത്തെ വലിയ പ്രത്യേകതയെ നമ്മൾ കാണുക. ഗിദെയോൻ പറയും, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. അവൻ തൻ്റെ നിസ്സാരത, ജെനുവിൻ എളിമ, ഏറ്റവും ചെറിയതാണ് ഞാൻ, ഏറ്റവും ചെറിയ ഗോത്രമാണ് ഞാൻ, ഏറ്റവും ചെറിയ കുടുംബമാണ് ഞാൻ, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. ദൈവം തിരഞ്ഞെടുക്കണോ? എൻ്റെ ജീവിതത്തിൽ മൂന്നാമതുണ്ടാകേണ്ട കാര്യം എൻ്റെ അഗാധമായ ഒരു എളിമയാണ്. കർത്താവെ, എനിക്ക് ഇത്ര ചുമ്മാ വാക്കുകൊണ്ടല്ല, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, ഞാൻ പൊട്ട, അതല്ല, അതിനപ്പുറത്തേക്ക് ജെനുവനായിട്ട് അവൻ പറയും, ചെറിയൊരു ഗോത്രം. എത്രമാത്രം ജെനുവനായി ഹ്യൂമിലിറ്റി നിനക്ക് എളിമയുണ്ടോ, ദൈവം നിന്നെ തൊടും. എന്നിട്ട് അവൻ പറയും, ഒറ്റയാൾ എന്നതുപോലെ ഞാൻ അവരെ നിഗ്രഹിക്കുമെന്ന് നീ പറഞ്ഞല്ലോ, എനിക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് അവൻ 17-ാമത്തെ വചനത്തിൽ അവൻ പറയും, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിച്ചത് എന്നതിന് എനിക്ക് ഒരു അടയാളം തരണം. പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു അടയാളം തരണം. ഈ അടയാളം ചോദിക്കുന്ന ഗിദെയോനെ നമ്മളിവിടെ കാണാം. 3 അടയാളങ്ങൾ ഗിദെയോൻ ചോദിക്കുന്നുണ്ട്. അത് അവൻ്റെ സംശയത്തെ അല്ല. ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അവൻ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങൾ ദൈവം ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അവനെ തന്നെ ഒന്ന് ഉറപ്പിക്കാനും ഒരു ദൃഢത കിട്ടാനും വേണ്ടി അവൻ അടയാളം ചോദിക്കാം. അത് അവകാശമാണ്. അടയാളം ചോദിക്കുക എൻ്റെയും നിങ്ങളുടെ അവകാശമാണ്, ചോദിക്കാൻ പറ്റും. പക്ഷേ അടയാളം ചോദിക്കുമ്പോൾ എത്രത്തോളം ഞാൻ കർത്താവിനോട് അടുത്ത് നിൽക്കുകയാണ്, എത്രമാത്രം ജെനുവിനിറ്റി എനിക്കുണ്ട്, എത്രമാത്രം ഹ്യൂമിലിറ്റി, സത്യസന്ധത എന്നിലുണ്ടോ, അത്രമാത്രം അടയാളം കർത്താവ് ഉത്തരം തരും. ഇവിടെ അടയാളം ചോദിക്കുക. ഒന്നാമത്തെ അടയാളം ഇതാണ്. നമുക്ക് രസം തോന്നി ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ. ഒന്നാമത്തെ അടയാളം ഇങ്ങനെയാണ്. അവൻ പറയുകയാണ്, അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നതിന് അടയാളം തരണം, ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഇത് ഗിദെയോൻ്റെ രണ്ടാമത്തെ വലിയൊരു പ്രത്യേകതയാണ്, അഗാധമായ വിശ്വാസം. ഒന്ന് എളിമയുണ്ട്, വ്യക്തിപരമായ അവനോട് സവിശേഷതയിൽ ഒന്ന് അഗാധമായ എളിമ. രണ്ടാമത്തെ കാര്യം ആഴപ്പെട്ട വിശ്വാസം. അവൻ പറയും, ഞാൻ എൻ്റെ കാഴ്ചകൾ നിൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുക്കുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. നമ്മളിതൊന്നും ചുമ്മാ വായിച്ച് കടന്നു പോയാൽ പോരാ. നീ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും. അവൻ തൻ്റെ വയലിൽ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് പതിക്കുന്നിടത്തേക്ക് ദൈവം വന്നു. ദൈവമാണ് സംസാരിക്കുന്നത് ബോധ്യപ്പെട്ടപ്പോൾ അവനൊരു കാര്യം ആവശ്യപ്പെടുക, നീയാണ് എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയി ഭക്ഷണം പാകം ചെയ്ത് പുളിപ്പില്ലാത്ത അപ്പവും ഇറച്ചിയും ഉണ്ടാക്കിക്കൊണ്ട് വരും വരെ നീ ഇവിടെ നിൽക്കണം. പിന്നെ നമ്മൾ കാണുകയാണ്, വചനം വായിക്കുക, ഞാൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു, ഒരേപ്പ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി, മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അവന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണേലും അപ്പം ഉണ്ടാക്കാനും ഇറച്ചി കറി വെക്കാനും 5 മിനിറ്റ് പോരാന്ന് നമുക്കറിയാം. മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കും. അവൻ വീട്ടിൽ പോയി ആട്ടിൻകുട്ടിയെ പാകം ചെയ്യണം, അപ്പം ഉണ്ടാക്കണം. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക, ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞു. വേറെ ആരുമില്ല അവിടെ ഉണ്ടാക്കാൻ. അവൻ അതെല്ലാം ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്നൊരു കാര്യമുണ്ട്.
ആ ദൂതൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ഹൃദയം കർത്താവിൻ്റെ കൂടെയാണോ? എനിക്കിത് തന്നേ പറ്റൂ എന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അത് തരും. നിനക്ക് അഗാധമായ എളിമയും സത്യസന്ധതയും വിശ്വാസവും ഉണ്ടോ? നീ ആവശ്യപ്പെടുന്നതെല്ലാം സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും. ഗിദെയോൻ്റെ പ്രത്യേകത, മൂന്നാമത്തെ പ്രത്യേകത, ഗിദെയോൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഗിദെയോൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ ദൂതൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇത് കർത്താവാണെന്ന്. ഉടനെ കർത്താവ് അവനോട് പറഞ്ഞു, ഇതാ ആ രാത്രി, 25-ാമത്തെ വചനമാണ്, 6-ാം അധ്യായം 25-ാമത്തെ വചനം പറയാം. ആ രാത്രി കർത്താവിനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള 2ാമത്തെ കാളയെ കൊണ്ടുവരിക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുക, അത് ബലിയർപ്പിക്കുക. അത് അക്ഷേര പ്രതിഷ്ഠകളും ബാൽ പ്രതിഷ്ഠകളും ഒക്കെ ഏറെയുള്ള അവർക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരുപാട് ബലിപീഠങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ദൈവം ഈ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ഗിദെയോനെ തിരഞ്ഞെടുത്തിട്ട് അവനോട് പറയുക, നീ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുക, മറ്റെല്ലാം തട്ടിമറിച്ച് കളയുക. ദൈവം ആവശ്യപ്പെട്ടു. അവൻ അതും ചെയ്തു. എന്നിട്ടും ഗിദെയോൻ വീണ്ടും ചോദിക്കും, കർത്താവേ, എന്നോട് വിഷമം തോന്നരുതേ, ഞാൻ 2 കാര്യങ്ങൾ കൂടെ നിന്നോട് ചോദിക്കുകയാണ്. ഒരടയാളമല്ല, 3 അടയാളം ചോദിക്കുമ്പോൾ ശിശുവിനെ പോലെ ശാഠ്യം പിടിക്കുമ്പോൾ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നൊരു കർത്താവിനെ ഗിദെയോൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച്, ദൈവ വേല ചെയ്യാൻ ആഗ്രഹിച്ച്, ദൈവം തൊട്ട കുടുംബങ്ങളും ജീവിതങ്ങളും ആകാൻ ആഗ്രഹിക്കുന്ന മക്കൾ, ഒന്നാമത്തെ കാര്യം, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പരിമിത സാഹചര്യം നിന്നുകൊണ്ട് അവൻ അധ്വാനിക്കണം. അവൻ അലസനാകാൻ പാടില്ല, അവൻ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം. 2ാമത്തെ കാര്യം, അവന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. 3ാമത്തെ കാര്യം, അവൻ അഗാധമായ എളിമയുണ്ടാവണം. കാപട്യമുണ്ടാകരുത്, എളിമ, സത്യസന്ധമായ എളിമ. 4ാമത്തെ കാര്യം, അവൻ അഗാധമായൊരു വിശ്വാസം ഉണ്ടാവണം. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ 5ാമതൊരു കാര്യം സംഭവിക്കും, ദൈവ സാന്നിധ്യം കൂടെയിരിക്കും. നീ തൊടുന്നതെല്ലാം ദൈവം ചെയ്യാൻ തുടങ്ങും. നിന്നെ എന്തിനാണോ ദൈവം വിളിച്ചിരിക്കുന്നത് അതെല്ലാം സംഭവിക്കും. ഗിദെയോൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലൂടെ കർത്താവ് ദേശത്തെ രക്ഷിക്കണോ? കർത്താവിൻ്റെ അനേക ആത്മാക്കളെ നേടണോ? ഈ 4 കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കണം. എന്നിട്ട് ഗിദെയോൻ പറയുന്ന മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. കർത്താവിനോട് 2 അടയാളം കൂടി ഗിദെയോൻ ചോദിക്കും. ആ അടയാളങ്ങൾ മറ്റൊന്നുമല്ല. അവൻ പറയും, കർത്താവേ, ഇതൊക്കെ നീയാ പറഞ്ഞതെങ്കിൽ ഞാൻ എൻ്റെ കമ്പിളിപ്പുതപ്പ് ഇന്ന് രാത്രി ഈ നിലത്ത് വിരിക്കും. എല്ലായിടത്തും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എന്നാൽ ഞാൻ ഈ കമ്പിളിപ്പുതപ്പ് വിരിക്കുമ്പോൾ ഈ കമ്പിളിപ്പുതപ്പിൽ മാത്രം ഇന്ന് രാത്രി മഞ്ഞ് പെയ്യണം, മറ്റൊരു സ്ഥലത്ത് മഞ്ഞ് പെയ്യരുത്. കർത്താവ് ആ രാത്രി അതുപോലെ ചെന്ന് എഴുതി വെച്ചിരിക്കുക. വീണ്ടും അവൻ പറയും, അങ്ങ് എന്നോട് പിണങ്ങരുതേ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുക, ഇന്ന് രാത്രി ഒരു തവണ കൂടി എൻ്റെ കമ്പിളിപ്പുതപ്പ് കൊണ്ട് ഞാൻ പരീക്ഷ നടത്താൻ പോവുകയാണ്. ഞാൻ നിലത്തേക്ക് ഈ കമ്പിളിപ്പുതപ്പ് വിരിക്കും. ഈ കമ്പിളിപ്പുതപ്പിൽ മാത്രം മഞ്ഞ് വീഴരുത്, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴണം. അന്ന് രാത്രിയും കർത്താവ് അങ്ങനെ തന്നെ ചെയ്തുവെന്ന് 6-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്താൽ എൻ്റെ മനസ്സിൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹം പോലും അവൻ സാധിച്ചു തരും. ഞാൻ ചോദിക്കുന്നതിന് മുമ്പിൽ, ശാഠ്യം പിടിക്കുന്നതിന് മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവിനെ കാണുമ്പോൾ ആ കർത്താവ് എത്രമാത്രം എന്നെ നിങ്ങളെ സ്നേഹിക്ക് തിരിച്ചറിഞ്ഞാൽ മതി. അവനോട് ചേർന്ന് നിന്നാൽ ഈ കാലഘട്ടത്തിൽ നീയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകും. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം നിന്നെ തിരഞ്ഞെടുക്കണോ? നീ കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥ ജോലി ചെയ്യാൻ തുടങ്ങുക. അവനെക്കുറിച്ച് ചിന്തിക്കുക. അഗാധമായ വിശ്വാസത്തോടെ എളിമയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുക. കർത്താവ് ചെയ്യാൻ തുടങ്ങും നിനക്ക് വേണ്ടി. കർത്താവ് നിൽക്കാൻ തുടങ്ങും. നിൻ്റെ ശാഠ്യങ്ങൾക്ക് മുമ്പിൽ, നിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങി നിന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അതിനുള്ള കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ. കർത്താവെ, ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടവും ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ മനസ്സിലുമുണ്ട്. നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വേദനകൾ. കർത്താവെ, നീ എന്തേ ഇടപെടാത്തെ? പല സമയത്തും എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. നീ എന്തേ പ്രവർത്തിക്കാത്ത ചോദ്യങ്ങളോടെ ഞാൻ നിൽക്കുമ്പോൾ, ഈശോയെ, എന്നിലൂടെ പ്രവർത്തിക്കാൻ നീ തിരുമനസ്സാകുന്നെങ്കിൽ ഇതാ വെച്ച് തരികയാണ്. എൻ്റെ ജീവിതത്തെ അഗാധമായ എളിമയും
അഗാധമായ വിശ്വാസവും അനുഭവിച്ചറിഞ്ഞ് നിൻ്റെ സാന്നിധ്യം ജനതയുടെ മുമ്പിൽ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി എന്നെ തിരഞ്ഞെടുക്കണേ കർത്താവേ. ഗിദെയോൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തിയ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തിയ മകനായി മാറിയെങ്കിൽ അതുപോലെ ഈശോയെ നിൻ്റെ അത്ഭുതങ്ങൾ, നിൻ്റെ ശക്തി, നിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വലിയ പവർ ഈ ലോകത്തിൽ വെളിപ്പെടുത്താൻ കർത്താവെ എന്നെയും തിരഞ്ഞെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അതിനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും നിനക്ക് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.